ജോസെ മൗറീഞ്ഞോ റയൽ മാഡ്രിഡിന്റെ കോച്ച് ആകരുത് എന്ന് പറയുന്ന ഒരു കൂട്ടം റയൽ ഫാൻസ് ഉണ്ട്. അവർ പറയുന്ന രണ്ട് പ്രധാന കാരണങ്ങളുമുണ്ട്. ഒപ്പം ജോസെ മൗറീഞ്ഞോ റയലിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീർക്കേണ്ട, സോൾവ് ചെയ്യേണ്ട മൂന്ന് വലിയ പ്രശ്നങ്ങളുണ്ട്. അത് സോൾവ് ചെയ്താൽ മാത്രമേ ജോസെ മൗറീഞ്ഞോയ്ക്ക് നല്ലൊരു കരിയർ കാണത്തുള്ളൂ റയൽ മാഡ്രിഡിൽ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസമായിട്ട് പല വീഡിയോസിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു ജോസെ മൗറീഞ്ഞോയെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന്. നമുക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇന്നത് നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ രാത്രി 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ നമുക്ക് ജോസെ മൗറീഞ്ഞോ ടീമിലേക്ക് വരരുത് എന്ന് പറയുന്ന റയൽ ഫാൻസ് പറയുന്ന രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, ജോസെ മൗറീഞ്ഞോ റയലിനെതിരെ സംസാരിച്ച ഒരു കോച്ചാണ്, അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. എപ്പോഴാണ് റയലിനെതിരെ അദ്ദേഹം സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡ് ബെനിഫിക്ക ചാമ്പ്യൻസ് ലീഗിൽ 3 മത്സരങ്ങൾ നടന്നിരുന്നു. അറിയാലോ, ലീഗ് സ്റ്റേജിൽ, പിന്നെ അത് കഴിഞ്ഞ് ആ പ്ലേ ഓഫ് സ്റ്റേജിൽ 2 മത്സരങ്ങൾ. അപ്പോൾ ഈ ഒരു മത്സരങ്ങളുടെ ഇടയിൽ ആ ഒരു വിനീഷ്യസ് ജൂനിയറും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഒരു റേസിസം, ആ ഒരു സംഭവമൊക്കെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇദ്ദേഹം പ്രതികരിച്ചിരുന്നു. ജോസെ മൗറീഞ്ഞോ മാധ്യമങ്ങൾക്ക് ആ ഒരു മാച്ചിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ ആൾ പ്രതികരിച്ചു. അതിൽ ആൾ റയൽ മാഡ്രിഡിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളെ കോച്ചാക്കരുതെന്ന് പറയുന്ന ഒരു കൂട്ടം ആരാധകരെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹം ബെനിഫിക്കയുടെ കോച്ചാണ്. റയലിന്റെ കോച്ച് റയലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ബെനിഫിക്കയുടെ കോച്ച് ബെനിഫിക്കയെ സപ്പോർട്ട് ചെയ്യും. ഏത് ടീമിന്റെ കോച്ചാണോ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യും. പ്ലേയേഴ്സും അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം സംസാരിക്കാതിരുന്നൂടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ഒരു പ്ലെയറോ ഒരു സ്റ്റാഫോ അല്ല, അദ്ദേഹമാണ് ആ ടീമിന്റെ ഹെഡ്. മനസ്സിലാകുന്നുണ്ടോ? ആ ടീമിലെ ആ പ്ലേയേഴ്സിനെയും സ്റ്റാഫിനെയും കൊണ്ടു നടക്കുന്ന ആ ഒരു മൊത്തം പാക്കേജിന്റെ ഹെഡ് അദ്ദേഹമാണ്, കോച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മറുപടി നൽകണം. നൽകിയില്ലെങ്കിൽ ടീമിന് അകത്തുള്ള ആ ഒരു റെസ്പെക്റ്റ് നഷ്ടമാകും. ഇത് ക്ലിയർ ആയിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വളരെ കോമൺ ആയിട്ടൊരു സംഭവമാണ്. അപ്പൊ അത് മാത്രമാണ് ആൾ ചെയ്തിട്ടുള്ളത്. ആള് റയലിലേക്ക് വന്നു കഴിഞ്ഞാൽ റയലിനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമേ അല്ല. നിങ്ങൾ അത് ആ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കോച്ചായാലും പ്ലെയർ ആയാലും ആരായാലും ശരി, അവർ ഏത് ടീമിലാണോ ഉള്ളത് ആ ടീമിനെ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. അവർ നേരത്തെ കളിച്ച ടീമാകാം, ഫ്യൂച്ചറിൽ കളിക്കാൻ പോകുന്ന ടീമാകാം, കോച്ച് ചെയ്ത ടീമാകാം, കോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ടീമാകാം, അതൊന്നും അവർ നോക്കത്തില്ല. നിലവിൽ ഏത് ടീമിലാണോ ഉള്ളത് ആ ടീമിനെ സപ്പോർട്ട് ചെയ്തുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ജോസെ മൗറീഞ്ഞോ ബെനിഫിക്കയെ സപ്പോർട്ട് ചെയ്ത് റയലിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ആ സെൻസിൽ എടുക്കുക എന്നതാണ്. രണ്ടാമത്തെ റീസൺ ആയിട്ട് ചില ആളുകൾ പറയുന്നത്, അതായത് ജോസെ മൗറീഞ്ഞോ ഒരു ഔട്ട്ഡേറ്റഡ് ആണ്. ജോസെ മൗറീഞ്ഞോ ഔട്ട്ഡേറ്റഡ് ആണ്. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. 1990 കോച്ചാണ് ജോസെ മൗറീഞ്ഞോ. അദ്ദേഹം 2000 ശേഷമുള്ള ഒരു കോച്ചല്ലേ. അതും 2013 റയലിന്റെ കോച്ചായിരുന്നു. 13 റയൽ വിട്ടുപോയത്. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിരുന്നു. വേറെ പല വലിയ ടീമുകളെ കോച്ച് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിന്റെ ടോപ്പ് 5 ലീഗിൽ അദ്ദേഹം പല ടീമുകൾക്ക് കോച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നതാണ് എനിക്ക് മനസ്സിലാത്തത്. ആൾ ഔട്ട്ഡേറ്റഡ് ആണ്. അതിനോട് ഞാൻ യോജിക്കുന്നേ ഇല്ല, 100% ഞാൻ യോജിക്കത്തില്ല. ആളെ സംബന്ധിച്ച് ആൾക്കറിയാം എന്തൊക്കെയാണ് ഒരു ടീമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. ഇപ്പോഴും ഈ ഒരു ആധുനിക ഫുട്ബോളിലും അതെല്ലാം വർക്കാവുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രോഫീസ് ഒന്നും കൂടുതലായിട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല, ലീഗ് ട്രോഫീസ് ആൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റയലിൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ടോപ്പ് ടീമിനൊന്നും പരിശീലിപ്പിച്ചിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ സ്ട്രഗ്ലിംഗ് പീരീഡിലുള്ള സമയത്താണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിട്ട് എത്തിയത്, അല്ലേ? അല്ലാതെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കി. AS റോമയുടെ കോച്ചായിരുന്നു. AS റോമ ഇറ്റാലിയൻ ലീഗിൽ ടോപ്പിൽ നിൽക്കുന്ന ടീമാണോ? അല്ല. അപ്പോൾ അദ്ദേഹം പരിശീലിപ്പിച്ച ടീമല്ല, ആ ഒരു ലെവലിലുള്ള ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ അദ്ദേഹത്തിന് ലീഗ് ട്രോഫി നേടുക എന്ന് പറയുന്നത് അതൊരു ഈസി പരിപാടിയല്ല. അത് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഈ ഒരു സീസൺ എടുക്കുക. ഈ ഒരു സീസണിൽ പോർച്ചുഗീസ് ലീഗിൽ പോയിന്റ് ടേബിളിൽ അവർ 1ാം സ്ഥാനത്തൊന്നുമല്ല, പക്ഷെ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. ഒരു മത്സരം പോലും. ഒരു ലീഗിൽ അത്രയും 10-30 മത്സരങ്ങൾക്ക് മേളിൽ 34-38 മത്സരങ്ങളൊക്കെ കാണും. പല ലീഗിന്, ഓരോ ലീഗിനനുസരിച്ച് അത്രയും വ്യത്യാസം വരും. അപ്പോൾ അത്രയും മത്സരങ്ങളുള്ള ഒരു ലീഗിൽ ഒരു മത്സരം പോലും തോൽക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് സിമ്പിൾ പരിപാടിയേ അല്ല. അപ്പോൾ ആളത് ചെയ്തിട്ടുണ്ട്. അത് ഈ സീസണിൽ തന്നെ
പിന്നെ അത് മാത്രമല്ല റയലിനെ ഈ സീസണിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തോന്നാം റയൽ ഈ സീസണിൽ മോശം ഫോമല്ലേ, അപ്പൊ പിന്നെ ഈസി അല്ലേ പരാജയപ്പെടുക. റയലല്ലേ മാൻ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. മാൻ സിറ്റി തോൽപ്പിച്ചല്ലേ ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും. അത് റയൽ തന്നെയാണല്ലോ. അതേ റയലിനല്ലേ ഇവർ തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആളുടെ കയ്യിൽ ഇപ്പോഴും ആ ഒരു പഴയ സംഭവം ഉണ്ട്, ടാറ്റിക്സ് ഉണ്ട്. ആധുനിക ഫുട്ബോളിൽ അത് ഫുട്ടാകത്തില്ല അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തത് അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി കാണില്ല. ഇനി റയൽ മാഡ്രിഡിന്റെ കോച്ചായിട്ട് ജോസെ മൗറിഞ്ഞോ എത്തിക്കഴിഞ്ഞാൽ, ജോസെ മൗറിഞ്ഞോ വന്നു കഴിഞ്ഞാൽ റയലിലെ പ്രശ്നങ്ങളെല്ലാം തീരും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റയലിന് പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണുള്ളത്. 3 പ്രധാന പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വാഡിലെ ഇംബാലൻസും ടാക്റ്റിക്കലി ഉള്ള പ്രശ്നമാണ്. സ്ക്വാഡിലെ ഇംബാലൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ റൂഡിഗർ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സെന്റർ ബാക്കാണ്. ഒപ്പം ആ ഒരു ബ്രസീലിയൻ സെന്റർ ബാക്ക് ഉണ്ടല്ലോ, ആളും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്കാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇഞ്ചുറി ആയിരിക്കും, ഇല്ലെങ്കിൽ ഇവർ ഫോം ഔട്ട് ആയിരിക്കും. ഇവർ ഒരു ഇൻഫോമിലുള്ള പ്ലെയർ അല്ല. അത് മാത്രമല്ല ഇവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, റൂഡിഗറിനെ സംബന്ധിച്ച് ആൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ആളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ പൂർ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇല്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ ടോണി ക്രൂസ് പോയി, പകരക്കാരെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ലൂക്കാ മോഡ്രിച്ച് പോയി, പകരം ആളെത്തിയിട്ടില്ല. അപ്പൊ മിഡ്ഫീൽഡിൽ ഒരു എൻജിൻ ഇല്ല. മിഡ്ഫീൽഡിൽ ബോൾ ഹോൾഡ് ചെയ്യുന്ന, നല്ല രീതിയിൽ കളി കൺട്രോൾ ചെയ്യുന്ന ഒരു എൻജിൻ പ്ലെയർ മിഡ്ഫീൽഡിൽ ഇല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അറ്റാക്കിങ്ങിൽ സെന്റർ ഫോർവേഡിൽ പ്രോപ്പർ നമ്പർ 9 ബോക്സ് പ്ലെയർ, അങ്ങനെ ഒരു പ്ലെയർ ഇല്ല. അങ്ങനെ ഒരു പ്ലെയർ വേണം. മനസ്സിലാക്കണം, നിങ്ങൾ ഏത് സിസ്റ്റവും എങ്ങനെ ഉപയോഗിക്കുക, പക്ഷെ അങ്ങനത്തെ ഒരു പ്ലെയർ വേണം. അങ്ങനത്തെ ഒരു പ്ലെയർ ഇല്ലെങ്കിൽ അത് ചില സമയങ്ങളിൽ ടീമിന് വലിയ രീതിയിൽ ബാധിക്കും. അങ്ങനത്തെ ഒരു പ്ലെയർ വേണം, അതില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ജോസലു എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു റയലി, ഒരു 2-3 സീസൺ മുമ്പായിരുന്നു. അതിനുശേഷം ആൾ സൗദിയിൽ എന്തോ പോയി തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്ലെയർ ഉണ്ടല്ലോ, ആ ജോസൽ സൗദിയിലാണോ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആളിനെ എന്തിനാ സൈൻ ചെയ്തത്? 90 മിനിറ്റ് കളിപ്പിച്ചോ എല്ലാ മാച്ചിലും? അല്ല, ആള് സൈൻ ചെയ്ത് വെച്ചിരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷങ്ങളിൽ ഇറക്കുക, ഹെഡർ ഗോളുകൾ ക്രോസിലൂടെ ഒക്കെ കണ്ടെത്താൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലെയറാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയർ ഒരു ടീമിന് വേണം. നിങ്ങൾ ഏത് ടീം എടുത്ത് നോക്കിയാൽ ആ ടീമിൽ കാണും ഇതുപോലത്തെ ഒരു ബോക്സിനകത്ത് കളിക്കുന്ന ടൈപ്പ് ഒരു സെന്റർ ഫോർവേഡ്. അങ്ങനത്തെ ഒരു പ്ലെയർ ഇല്ല. അത് മാത്രമല്ല റൈറ്റ് സൈഡ് നോക്കുക, ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ കൂടെ കുറെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, സെന്ററിൽ കൂടെ അത്യാവശ്യം അറ്റാക്ക് ഉണ്ട്. റൈറ്റ് സൈഡ് അവിടെ ഷട്ട് ഡൗൺ ആണ്, റൈറ്റ് സൈഡ് ഷട്ട് ഡൗൺ ആണ്. അപ്പൊ അവിടെയും പ്രോപ്പർ ആയിട്ടുള്ള പ്ലെയർ വേണം. റോഡ്രിഗോ എൻ്റെ ഫേവററ്റ് പ്ലെയർ ആണ്. നിലവിൽ റയൽ സ്ക്വാഡിലെ എൻ്റെ ഫേവററ്റ് പ്ലെയർ വിനീഷ്യസോ എംബാപ്പയോ ജൂഡ് ബെല്ലിംഗാമോ കഴുകു മനുഷ്യനോ ഒന്നുമല്ല, അത് റോഡ്രിഗോയാണ്. പക്ഷെ റോഡ്രിഗോയുടെ ഫോം പൂവറാണ്, ആളുടെ പെർഫോമൻസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻജുറീസ് വേൾഡ് കപ്പും പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലെയർ വേണം. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ സ്ക്വാഡിലുണ്ട്. ഒപ്പം ടാക്റ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നതാണ്, നിലവിലെ സ്ക്വാഡ് റയലിൻ്റെ സ്ക്വാഡ് വെച്ചിട്ട് റയൽ ആ ഒരു കോച്ചായിട്ടുള്ള ആർബലോയുടെ കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഫസ്റ്റ് ലെഗിൽ ഫസ്റ്റ് ഹാഫ് കളിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? മിഡ് ബ്ലോക്ക് കൗണ്ടർ സിസ്റ്റം പ്രോപ്പറായിട്ട് അത് വർക്കായി. പക്ഷെ സെക്കൻഡ് ലെഗിൽ കളിച്ചത് ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് കൗണ്ടർ സിസ്റ്റം. രണ്ടിനും വ്യത്യാസമുണ്ട്. ലോ ബ്ലോക്ക് വർക്കാകത്തില്ല. റയലിൽ വിങ് ബാക്ക് കളിക്കുന്ന പ്ലേയേഴ്സ് അറ്റാക്കിംഗ് ടെൻഡൻസി ഉള്ള പ്ലേയേഴ്സാണ്. സെന്റർ ബാക്കിൽ കളിക്കുന്ന പ്ലേയേഴ്സ് തമ്മിൽ നല്ല രീതിയിലുള്ള കോർഡിനേഷൻ ഇല്ല. അപ്പോൾ ലോ ബ്ലോക്ക് വർക്കാകത്തില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു, അമ്പയെ പരാജയമായി. പിന്നെ ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ സാബി ആയിരുന്നു കോച്ച് അല്ലേ? സാബി അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാ? ഡിഫൻസ് കൺട്രോൾ ചെയ്തിട്ട് ഓൾറെഡി പൊളിഞ്ഞ ഡിഫൻസ് ആണ്, അത് വെച്ചിട്ട് എന്ത് കൺട്രോൾ അവിടെ ചെയ്യാനാ? അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ അത് പോയി. ആള് പക്ഷെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഡിഫൻസിൽ. ബോൾ നല്ല രീതിയിൽ പാസ് ചെയ്തുള്ള ഒരു ഗെയിമാണ്. വിനീഷ്യസിനെ എംബാപ്പേനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഗെയിം കളിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ഇറങ്ങിയൊക്കെ വന്ന് ഡിഫെൻഡിങ് ചെയ്യുന്ന, അതുപോലെ തന്നെ നല്ല രീതിയിലൊരു പാസിങ് ചെയ്യുന്ന ഒരു ടീം ഗെയിം അത് കളിക്കാൻ പറ്റത്തില്ല അവരെ വെച്ചിട്ട് കളിക്കാൻ പറ്റുന്നത് ഈ ഒരു ഹൈ പ്രസ്സിങ് ഹൈ അറ്റാക്കിങ് ഗെയിമാണ്. അതായത് വളരെ സ്പീഡി ആയിട്ടുള്ളൊരു ഗെയിം, അതേ അവരെ വെച്ച് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവിടെ മിസ്സായി. അതും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ടാക്റ്റിക്കലി വന്നിട്ടുള്ളൊരു എററാണ്. കഴിഞ്ഞ സീസൺ അത് വിടുക. ഈ സീസണിലെ സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. കഴിഞ്ഞ സീസണിൽ എന്താ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിൽ
കോച്ചായിരുന്ന ഡോൺ കാർലോ ആഞ്ചലോട്ടിയുടെ വജ്രായുധമായിരുന്നു ടോണി ക്രൂസ്. ആള് മിഡ്ഫീൽഡിൽ പോയതോടുകൂടി അവിടെ ഒരു ഗ്യാപ്പായി. അത് ഫില്ല് ചെയ്യാനായിട്ട് ആ ഒരു സീസൺ മൊത്തം എടുത്തു. സീസൺ തീർന്നു. ഇതാണ് കഴിഞ്ഞ സീസണിൽ സംഭവിച്ച സംഭവം. അല്ലാതെ കഴിഞ്ഞ സീസണ് ഈ സീസൺ ഏതാ മോശം സീസൺ? കഴിഞ്ഞ സീസണാണോ ഈ സീസണാണോ? ഈ സീസണാണ് മോശം സീസൺ. കഴിഞ്ഞ സീസണിൽ ബാഴ്സയും റയലും തമ്മിലുള്ള വ്യത്യാസം 4 പോയിന്റ് ആയിരുന്നു അവസാനം. ഈ സീസണിൽ അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നില്ല 4 പോയിന്റ് ഒന്നായിരിക്കും, കൂടുതലായിരിക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ 2 ഡൊമസ്റ്റിക് ടൂർണമെന്റ്സിലും ഫൈനൽ എത്തിയിരുന്നു. ഈ സീസണിൽ ഒരെണ്ണത്തിൽ സെക്കൻഡ് ഡിവിഷനിലെ ടീമുമായിട്ടാണ് തോറ്റത്. സെക്കൻഡ് ഡിവിഷനും 17ാം സ്ഥാനത്തുള്ള ഒരു ടീമുമായിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള ടാക്ടിക്കൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതും സോൾവ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ 2 കാര്യങ്ങൾ സോൾവ് ചെയ്യണം. രണ്ടാമത്തത് ഗാലക്റ്റിക്കോസ് ഈഗോ. എൻ്റെ പൊന്നോ, ഈ ടീം ഈ രീതിയിലാകാൻ കാരണമേ ഇതാണ്. ഗാലക്റ്റിക്കോസ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് റയലിനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയത്. പെരസിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ്. പക്ഷെ അത് ഈ സീസണിൽ ഇത്രയും പ്രശ്നം അത് ഉണ്ടാകാൻ കാരണം പ്ലേയേഴ്സിന്റെ ഈഗോയാണ്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്നതിൽ പങ്കരമായിട്ട് ഉണ്ടായിരുന്ന കോച്ചസ്, അതും എസ്പെഷ്യലി ഈ സീസണിൽ ഉണ്ടായിരുന്ന 2 കോച്ചസും പാളി. അവർക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എന്തൊക്കെയോ നടക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. റൂഡിഗർ മറ്റേ കരാരസിനെ അടിക്കുന്നു. അതിനുശേഷം റൂഡിഗർ ഒരു സ്റ്റാഫിനെ അടിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു വാൽവർദയും ചോമനിയും തമ്മിലുള്ള അടി. വാൽവർദയ്ക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്ന് പറയുന്നു. ആൾ ട്രെയിനിങ്ങിന് എന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് എന്തോ കണ്ടിരുന്നു. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളെത്തി. കോച്ച് ഒരു കഥ പറയുന്നു. എംബാപ്പെ എന്ന് പറയുവാണ് ഞാൻ ടീമിലെ 4ാമത്തെ സ്ട്രൈക്കറാണ്. കോച്ച് എന്ന് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എംബാപ്പെ അത് തെറ്റിദ്ധരിച്ചതാണ്. എംബാപ്പെ അടുത്ത് ചോദിക്കുക, ഫീഫയുടെ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് നീ കളിച്ചിരുന്നല്ലോ, ഗോളൊക്കെ അടിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റിയെന്ന് എംബാപ്പെ അടുത്ത് നിങ്ങൾ ചോദിക്കാന്ന് കോച്ച് പറയും. എംബാപ്പെ ആണെങ്കിൽ ഈ അടി നടന്ന ദിവസമാണെങ്കിൽ എംബാപ്പെ കാർ ഓട്ടിച്ചോണ്ട് പോവുക, വെളിയിൽ ചിരിച്ചോണ്ട് പോവുക. ആൾക്കാർ ഇതെന്ത് ഭയങ്കര ചിരിച്ചോണ്ട് പോകുന്നത്, ഇവൻ മാത്രം ഒറ്റയ്ക്ക് ചിരിച്ചോണ്ട് പോകുന്നത്, സംഭവം അകത്ത് അടി നടക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീമിനകത്ത് തന്നെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം ഗാലക്റ്റിക്കോസിന്റെ ഈ ഒരു ഈഗോ പരിപാടിയാണ്. അപ്പൊ ഈ ഈഗോ പരിപാടി കൺട്രോൾ ചെയ്യണം. ഇതാണ് 2ാമത്തെ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. 3ാമത്തത് പെരസ്. ഞാൻ ഇപ്പോഴും എവിടെയും പറയും, ലോക ഫുട്ബോൾ കണ്ട ഏത് ടീമും കൊതിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അത് പെരസാണ്. ഫ്ലോറന്റീനോ പെരസ് അങ്ങനത്തെ ഒരു പ്രസിഡന്റാണ്. ആ റയലിനെ മൊത്തത്തിൽ മാറ്റി മറിച്ച് കളഞ്ഞു. പക്ഷെ ആളുടെ കഴിഞ്ഞ 4 ട്രാൻസ്ഫർ വിൻഡോയിലെ തീരുമാനങ്ങൾ പുവർ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലെഫ്റ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് കളിക്കുന്ന വിനീഷ്യസ് ജൂനിയറിനെ പോലെ ഒരു കിഡിലൻ പ്ലെയർ ഉള്ളപ്പോൾ എന്തിനാണ് എംബാപ്പെ സൈൻ ചെയ്തത്? നമ്മൾ എംബാപ്പയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ആൾ സെന്റർ ഫോർവേഡിലാണ് കളിക്കുന്നതെങ്കിൽ പോലും ആൾ പ്രോപ്പർ നമ്പർ 9 അല്ല, ബോക്സിനകത്ത് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. ആൾ കുറച്ച് ഇറങ്ങി കളിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ് അല്ലേ? ആൾ കുറച്ച് ഇറങ്ങി കളിക്കും. ആൾ വിങ്ങിലോട്ട് പോകും. ഏത് വിങ്ങിൽ പോകും? ലെഫ്റ്റ് വിങ്ങിലാണ് ആര് കളിക്കുന്നത്? വിനീഷ്യസ് കളിക്കുന്നത്. അപ്പൊ 2 പേരും ലെഫ്റ്റ് വിങ്. പല സമയങ്ങളിൽ 2 പേരും ലെഫ്റ്റ് വിങ്ങിൽ നിൽക്കുന്നതാണ്. ഇതേ പ്രശ്നം PSG-യിലുണ്ടായിരുന്നു. നെയ്മർ കളിച്ചിരുന്ന സമയത്ത്. നെയ്മർ ഒരു ലെഫ്റ്റ് വിങ്ങറാണ് അല്ലെ? ബാഴ്സയിൽ നെയ്മർ ലെഫ്റ്റിലാണ് കളിച്ചിരുന്നത്. പക്ഷെ നെയ്മർ അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നെയ്മർ മിഡിലോട്ട് കയറിയിട്ട് സെന്ററിലോട്ട് കയറിയിട്ട് കളിക്കാൻ തുടങ്ങി. നെയ്മറുടെ കളി ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ആദ്യത്തെ സീസൺ PSG-യിലുണ്ടായിരുന്ന ആദ്യത്തെ സീസണും 2ാമത്തെ സീസണും പിന്നെ അങ്ങോട്ടുള്ള സീസണുകളും മാറി. ആള് വിങ്ങിന്ന് ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. ഇവിടെ അത് പറ്റുന്നില്ല. ഇവിടെ വിനീഷ്യസ് ഇങ്ങോട്ട് കയറത്തില്ല. വിനീഷ്യസ് പ്രോപ്പർ വിങ്ങറാണ്. അപ്പോൾ അവിടെ ടാക്ടിക്കലി മൊത്തത്തിൽ പണി പാളി എന്നതാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ, എംബാപ്പെ കൊണ്ടുവന്ന ഡിസിഷൻ, അതൊരു നല്ല ഡിസിഷൻ അല്ല. ടീമിന്റെ ആ ഒരു സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരു ഡിസിഷനാണ്. എംബാപ്പെ മോശം പ്ലെയർ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് നടത്തിയൊരു സൈനിങ് അല്ല എംബാപ്പയുടെ. അതുമാത്രമല്ല, നമ്മൾ നോക്കുന്ന സമയത്ത് മിഡ്ഫീൽഡിലേക്ക് ടോണി ക്രൂസ് പോയി. അതിനുശേഷം കഴിഞ്ഞ സമ്മറിൽ ലൂക്ക മോഡ്രിച്ച് പോയി. പ്രോപ്പർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ആരെയും സൈൻ ചെയ്തിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്കിനെ സൈൻ ചെയ്യണം. ഇത് ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നതാണ്. എവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്ക് എവിടെ? ഇല്ല, സൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി നോക്കുക. അവർ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ സെന്റർ ബാക്കിന് ഇഞ്ചുറി പറ്റിയ സമയത്ത് അവർ പുതിയതായിട്ടൊരു സെന്റർ ബാക്കിനെ കൊണ്ടുവന്നു. റയലിന് ആ സമയത്ത് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. റയൽ അതിനു വേണ്ടി ശ്രമിച്ചു പോലുമില്ല. ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു പോലുമില്ല. അവരെ സംബന്ധിച്ച് ആ ഒരു
ഈ ഒരു കോച്ചിനെ പറഞ്ഞു വിട്ടല്ലോ ആദ്യം ജനുവരി ആ സമയമായപ്പോൾ സാബിയെ പറഞ്ഞു വിട്ടു. അവിടെ തീർന്നു, അവിടെ വെച്ച് ഈ ഒരു സീസൺ തീർന്നു. അതിനുശേഷം ഈ ഒരു സീസൺ ഇവർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീക്കവും റയൽ മാനേജ്മെന്റ് ഭാഗം നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് റിയാലിറ്റി അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. ജോസെ മൗറിഞ്ഞോ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം ടീമിലേക്ക് വരണമെങ്കിൽ, റയലിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന് 2 കണ്ടീഷനുണ്ട്. ആ 2 കണ്ടീഷനും അംഗീകരിക്കണം. ഞാനൊരു വീഡിയോ ചെയ്തതാണ്, ഈ ഒരു രണ്ടാഴ്ചയായി കാണുമെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നതാണ് ആ 2 കാരണങ്ങൾ. ഒന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീമിന് മുകളിൽ ഒരു ആധിപത്യം എനിക്ക് വേണം, ഞാൻ പറയുന്നത് ടീം കേൾക്കണം, ആ രീതിയിലുള്ള ആധിപത്യം എനിക്ക് കിട്ടണം എന്ന് ജോസെ മൗറിഞ്ഞോ പറഞ്ഞു. അങ്ങനെയുള്ള ആധിപത്യം റയൽ മാഡ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറും. ഈ ഒരു ഈഗോ പ്രശ്നം. കാരണം ആൾക്ക് തീരുമാനിക്കാമല്ലോ എന്തും. അപ്പോൾ ആ ഒരു ഈഗോ പ്രശ്നം അവിടെ കുറയ്ക്കാൻ പറ്റും. ഒപ്പം ടാക്ടിക്കലി ആ ഒരു ടാക്ടിക്സ് അത് പ്രോപ്പറായിട്ട് ചെയ്തോളും. സ്ക്വാഡിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ പ്രശ്നം, അതുപോലെ തന്നെ പെരസിന്റെ ഈ ഒരു 4 ട്രാൻസ്ഫർ വിൻഡോയിൽ പറ്റിയ പ്രശ്നങ്ങൾ, ഇത് സോൾവ് ചെയ്യാനാണ് അദ്ദേഹം 2ാമത്തെ കണ്ടീഷൻ വെച്ചത്. ട്രാൻസ്ഫർ കാര്യങ്ങളിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് നൽകണമെന്നത് ഞാനാണ് തീരുമാനിക്കുക എന്നത്. അപ്പോൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടാണ് ആളെ കൊണ്ടുവരുന്നത് എന്ന രീതിയിലും വാർത്ത വന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ ജോസെ മൗറിഞ്ഞോ 2 കൽപ്പിച്ചാണ് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ആൾ സെറ്റാക്കിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസെ മൗറിഞ്ഞോയ്ക്ക് റയലിൽ നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജോസെ മൗറിഞ്ഞോയുടെ കീഴിൽ റയൽ മാഡ്രിഡ് അടുത്ത ലെവലിലേക്ക്, കിടിലൻ പെർഫോമൻസുമായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് 2ാമത്തെ പോയിന്റിലാണ്. ഗാലക്റ്റിക്കോസ് ആ ഒരു ഈഗോ പ്രശ്നം. ജോസെ മൗറിഞ്ഞോ ഈഗോയുടെ കാര്യത്തിൽ ഇപ്പൊ ടീമിലുള്ള വിനീഷ്യസ്, എംബാപ്പെ, വാൽവർദെ, ജൂഡ് ബെല്ലിംഗ്ഹാം, ചോമനി, ഇമാരുടെ കപ്പനായിട്ട് വരും. കാരണം അതുപോലത്തെ മനുഷ്യനാണ് അങ്ങേര്. 8-1 മുറി 2, അതാണ് അങ്ങേരുടെ സ്വഭാവം. അപ്പോൾ ഈ ഒരു ടീമിനെ ഇതുപോലെ തന്നെ ക്യാരി ചെയ്ത് പോകത്തില്ല. എനിക്ക് ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ. ഇതുപോലെ തന്നെ ഈ ഒരു ടീമിനെ ക്യാരി ചെയ്ത് പോകത്തില്ല. ടീമിൽ ഇവന്മാർ ഇതേ പരിപാടിയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങേരെ തൂക്കി വെളിക്കളയും. റയൽ ഫാൻസിനോടാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾ എംബാപ്പയും വിനീഷ്യസും ഇപ്പോൾ ഉള്ള ആ ഒരു ടീമുണ്ടല്ലോ, ആ ടീം വെച്ചിട്ട് മികച്ച പെർഫോമൻസ് നടത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അതോ എംബാപ്പെ, വിനീഷ്യസ് ഇവരിൽ ഒരാളോ ഇല്ലെങ്കിൽ 2 പേരോ പോകണോ എന്നാണ് ആഗ്രഹിക്കുന്നത്? ഭൂരിഭാഗം ആൾക്കാരും ഇതേ ടീം വെച്ചിട്ട് മികച്ച പെർഫോമൻസ് നടത്തണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ജോസെ മൗറിഞ്ഞോ വന്നു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനത്തെ പരിപാടിയാണ് ഇവർ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ, ജോസെ മൗറിഞ്ഞോയുടെ കീഴിൽ ഇങ്ങനത്തെ പരിപാടിയാണ് ഇവർ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് ഒരാളെ തൂക്കി പുറത്തു കളയും. ഒരാളെ പിടിച്ച് ബെഞ്ച് ചെയ്തിട്ടും പിന്നെ ആള് സമ്മറിൽ റയൽ വിടും. 2 പേരെയും തൂക്കി കളഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം 2 പേരുടെ കയ്യിലും അത്യാവശ്യം ഇതുപോലത്തെ പരിപാടികളുണ്ട്. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്ക്വാഡിൽ തന്നെ ഒരു വിള്ളലുണ്ട്. ഒരു സൈഡ് വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഒരു സൈഡ് എംബാപ്പയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. സ്ക്വാഡിൽ മാത്രമല്ല, ഫാൻസിന്റെ ഇടയിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഒരു സൈഡ് വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഒരു സൈഡ് എംബാപ്പയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനത്തെ സംഭവമാണെങ്കിൽ 2 തൂക്കി വെളിക്കളയും. ജോസെ മൗറിഞ്ഞോയുടെ ആ ഒരു സ്വഭാവമാണ് അങ്ങേർക്കുള്ളത്. അപ്പൊ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈഗോയും ചേരുമ്പോൾ നല്ല രസമായിരിക്കും. ഇതാണ് പലരും പറയുന്ന ഒരു കാര്യം. അപ്പൊ ഈ ഒരു സംഭവമാണ് ഞാൻ ഇതിലൊരു നെഗറ്റീവ് ആയിട്ട് കാണുന്നത്. ബാക്കി എല്ലാം പോസിറ്റീവ് ആണ്. ജോസെ മൗറിഞ്ഞോ വന്നു കഴിഞ്ഞാൽ സെറ്റ് പരിപാടിയാണ്. പക്ഷെ ഈ ഒരു ഈഗോ ഒരാൾ വിട്ടുകൊടുക്കാതെ ഒന്നും നടക്കത്തില്ല. പ്ലേയേഴ്സ് ആണ് വിട്ടുകൊടുക്കേണ്ടത്. അത് ഇവന്മാരിനി എന്ത് ചെയ്യുന്നത് അറിയാൻ മേല. ഇവര് ഈ പ്ലേയേഴ്സ് വിട്ടുകൊടുത്ത് ഒരു ടീമായിട്ട് കളിക്കണം. ഒരു ഫാമിലിയാണ്. അപ്പൊ അത് ആ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ട്രോഫീസും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. നല്ല പെർഫോമൻസ് നടത്തുക, അതാണ് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ്. ട്രോഫീസ് ഒക്കെ വഴിയെ വന്നോളൂ. റയലാണല്ലോ, റയലിന് എന്ത് ട്രോഫി അതൊക്കെ കുറെ ഉണ്ട്. നല്ല പെർഫോമൻസ് നടത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയണം. പിന്നെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് രാത്രി 2:30-3 മണി ആ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചതിൽ ചിലപ്പോൾ കുറച്ച് ഹാർഷായിട്ടൊക്കെ സംസാരിച്ചിരിക്കാം കേട്ടോ. ഞാൻ ഈ സമയങ്ങളിൽ ഷൂട്ട് ചെയ്ത വീഡിയോസിലൊക്കെ എനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ തെറ്റായി പോയെങ്കിൽ അത് അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ പറയാം. അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.